ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് നമ്മളൊക്കെയും സ്പോർട്സ് പ്രേമികളൊക്കെയും. കാരണം ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഫൈനൽ ലക്ഷ്യമിട്ട് ലോക 1-ാം നമ്പർ സഖ്യമായ ലിയു ഷെങ്ഷു, ടാൻ സിംഗ് എന്നിവരെ സെമിയിൽ നേരിടും. ഉച്ചയ്ക്ക് 12:30-ക്കാണ് ചൈനീസ് സഖ്യത്തിനെതിരായ ട്രീസ ഗായത്രി സഖ്യത്തിന്റെ സെമി പോരാട്ടം. അർജുന അവാർഡ് നേടിയ മലയാളി താരം കൂടിയായ ട്രീസ ജോളി ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ പ്രകടനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. കിലാഫാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ ചേർന്നത്. കിലാഫെ, ഗുഡ് മോർണിംഗ്. ഇത് തന്നെയാണ് ആകാംക്ഷയാണ്, വമ്പൻ ആകാംക്ഷയാണ്. എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും നമുക്കറിയാവുന്നത് പോലെ തന്നെ മലയാളിയായിട്ടുള്ള ട്രീസ ജോളിയാണ് ഇന്ന് കളത്തിലിറങ്ങുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈനൽ സെമി പോരാട്ടം കൂടിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇതുവരെ വനിതാ ഡബിൾസിൽ ഫൈനലിൽ കളിക്കാൻ ഇന്ത്യക്ക് ആയിട്ടില്ല. ആ ഒരു ചരിത്ര നേട്ടത്തിന് ഒരു പടി അകലെ മാത്രമാണ് ഇപ്പോൾ ട്രീസ ജോളിയും അതേപോലെ തന്നെ ഗായത്രി ഗോപിചന്ദ് സഖ്യവും നിലവിൽ നിലനിൽക്കുന്നുള്ളത്. ഇന്ന് കടുത്ത പോരാട്ടം തന്നെയാണ് സെമിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സഖ്യത്തെ കാത്തിരിക്കുന്നത്. ചൈനീസ് താരങ്ങൾ, അതായത് ലോക 1-ാം നമ്പർ താരങ്ങളായ ചൈനീസ് താരങ്ങളാണ് ഇന്ന് ട്രീസയും അതേപോലെ തന്നെ ഗായത്രിയും നേരിടാൻ ഒരുങ്ങുന്നത്. അത് കഴിഞ്ഞ ദിവസം, അതായത് ക്വാർട്ടറിൽ ഒരു മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. ക്വാർട്ടറിലെ ആദ്യ ഗെയിം നഷ്ടപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പിന്നീട് 2 ഗെയിമുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് സെമിയിലേക്ക് മുന്നേറുകയും ഒപ്പം ഈ ഒരു 15 വർഷത്തിന് ഇടയിൽ ആദ്യമായി ഒരു വനിതാ ഡബിൾസിൽ ഒരു മെഡൽ നേടാനും മെഡൽ ഉറപ്പിക്കാനും ഇന്ത്യക്ക് സാധിച്ചിരുന്നു. 2011 ഇതിനു മുൻപ് 2011 ജ്വാലാകുട്ട അശ്വിനി പൊന്നപ്പ സഖ്യമാണ് ആദ്യമായി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ ഇന്ത്യക്ക് നേടിത്തരുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു മെഡൽ പോലും ഇന്ത്യക്ക് നേടാൻ സാധിച്ചിട്ടില്ല. സെമിയിൽ എത്തുന്നത് തന്നെ ഇത് ആദ്യമാണ്. ഇതുകൂടാതെ ആദ്യമായി ഒരു മലയാളി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വനിതാ ഡബിൾസിൽ ഒരു മെഡൽ നേടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സെമിയിലേക്ക് പ്രവേശിച്ചതോടെ ട്രീസ ജോളിക്ക് നേടിയിട്ടുണ്ട്. ഇതിനു മുൻപ് 3 വർഷം മുൻപ് HS പ്രണോയെ ഈ പുരുഷ വിഭാഗത്തിൽ ഈ ഒരു മെഡൽ നേടിയിട്ടുണ്ടെങ്കിലും വനിതാ വിഭാഗത്തിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ നേടുന്നത്. എന്തായാലും വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇന്ത്യൻ സഖ്യം ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുന്നത്. 2022-23 പിന്നീട് തുടർച്ചയായി 3 വർഷങ്ങളിൽ ഓൾ ഇന്ത്യ ഇംഗ്ലണ്ട് ഓപ്പണിൽ തുടർച്ചയായി സെമി ഫൈനലിൽ കളിച്ച താരങ്ങളാണ് ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി സഖ്യം. പിന്നീട് കഴിഞ്ഞ വർഷം ആദ്യ റാങ്കിങ്ങിൽ ആദ്യ സ്ഥാനങ്ങളിൽ, അതായത് ആദ്യ 10-ൽ തന്നെ ഇടം നേടാൻ ആയിട്ടുണ്ട്. അത് സേതു നമുക്കറിയാവുന്ന പോലെ തന്നെ ട്രീസ ജോളിയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് അർജുന അവാർഡ് നേടിയത്. അതിനുശേഷം ഒരു മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സേതു.